കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണത്തിലേക്ക്, പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. मेरा बच्चा गुम हो गया था, मैं सुबह से कुछ भी नहीं मिला, मेरा बच्चा मिल गया, मेरा केरला पुलिस लेके आया पुलिस। ഇപ്പോൾ സലിം മാലിക് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സലിം, ഇനി ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഏതായാലും കുഞ്ഞിനെ സുരക്ഷിതയായി തന്നെ തിരിച്ചു കിട്ടിയെന്നുള്ളത് ആശ്വാസകരമാണ്. അത് പോലീസിനും ആശ്വാസകരമാണ്. കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോഴും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെ കുഞ്ഞ് അവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഈ പോലീസിന് ആരെങ്കിലും ഒരു വിവരം നൽകുകയായിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട് സലീം? ഉന്മേഷ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആശ്വാസകരമായ വാർത്ത കുഞ്ഞിനെ തിരികെ ലഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ആ ചോദ്യങ്ങൾ ഇനി കേരള സമൂഹത്തിന് മുൻപിൽ, പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ പുറകെ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം ഇപ്പോൾ പരമാവധി ചികിത്സ നൽകുക, ആരോഗ്യം സംരക്ഷിക്കുക, കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ദൗത്യം. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്തു നിന്നും ഈ കൊച്ചുവേളിയിലേക്ക് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഓൾ സെയിൻസ് കോളേജിന്റെ പരിസരത്ത് നിന്നും കൊച്ചുവേളിയിലേക്ക് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ദൂരമാണുള്ളത്. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, CCTV ദൃശ്യങ്ങളിൽപ്പെടാതെ തന്നെ ഈ 700 മീറ്റർ താണ്ടാവുന്നൊരു സ്വഭാവം ആ സ്ഥലത്തിനുണ്ട്. അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെയുണ്ട്. അതുകൊണ്ട് ആ നിലയിലേക്കാണോ കൊണ്ടുപോയതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കുട്ടി ഏത് സമയത്താണ് ആ ഓടയിലേക്ക് ഉപേക്ഷിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായി പോലീസിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. കാരണം അല്പസമയം മുൻപ് വരെയും ആ മേഖലയിൽ പരിശോധന നടത്തിയപ്പോഴൊക്കെ കുഞ്ഞിനെ കിട്ടിയിരുന്നില്ല, കണ്ടിരുന്നുമില്ല. ആ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തിയതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവിടേക്ക് ഈ കുട്ടിയെ അല്പസമയം മുൻപ് കണ്ടെത്തുന്നത്. ഏറെക്കുറെ 7:25 ഈ കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം 7 മണിക്ക് ശേഷമാകാം അവിടേക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിന് ഒരു പ്രതിയെയും കിട്ടിയിട്ടില്ല, പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അത്തരത്തിലുള്ള ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അതിനെല്ലാം മറുപടി നൽകാം. ആദ്യം കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കട്ടെ എന്നതായിരുന്നു DCPയുടെ മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് ആ മറുപടി കാത്തു തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ ഇനി തരുന്ന മറുപടികൾ എന്താണ്? ഏതെങ്കിലും പ്രതികൾ കസ്റ്റഡിയിലുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ സംശയമുണ്ടോ, ഏത് സാഹചര്യത്തിൽ കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ അടുത്ത ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും കുട്ടിക്ക് ആരോഗ്യം സുരക്ഷിതയായി ആണ് എന്നുള്ള വാർത്തയിൽ നിന്ന് തന്നെ കുട്ടിക്ക് ഉച്ചയ്ക്ക് ഉൾപ്പെടെ ഭക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ് ഇവരുടെ കയ്യിൽ നിന്നും ഈ കുട്ടിയെ കാണാതാകുന്നത്. അതിനുശേഷം ഏകദേശം 1 മണി മുതൽ തന്നെ പോലീസും ഇന്റലിജൻസ് സംവിധാനവും പോലീസിന്റെ സർവ്വസന്നാഹങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട 20 മണിക്കൂർ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിക്കൊണ്ട് നടത്തിയ ഒരു പരിശോധന, അത് വലിയ നിലയിൽ നടത്തിയ പരിശോധന, ആ പരിശോധനയ്ക്ക് ഒടുവിൽ റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ കിട്ടിയിരിക്കുന്നു. അതിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മറ്റ് പരിശോധനകൾക്കായി, വിദഗ്ധ പരിശോധനകൾക്കായി മാറ്റുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഇവരുടെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ വാക്കിൽ നിന്ന് തന്നെ പോലീസ് എടുത്ത എഫേർട്ടിനെയും നമ്മൾ കാര്യമായി തന്നെ കാണണം. കാര്യം പോലീസിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്.